ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കും, അവിടെ ചെന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പൊള്ളി കരിഞ്ഞതാ. പൊള്ളി കരിഞ്ഞ് ഇവർക്ക് ഉടുപ്പിടാൻ പോലും പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ കഴുത്തിന്റെ ഉടുത്ത് ഇങ്ങനെ ഒരുമാതിരി പഴുത്തു. ആ അവസ്ഥ ഒന്ന് കാണുന്നത് പറയുമ്പോഴേ നമുക്ക് കണ്ണു നിറയും. ആ വീട്ടിൽ അവർ മാത്രം താമസിക്കുന്നത്, ഭർത്താവ് ആ വീട്ടിലോട്ട് ചെല്ലത്തില്ല. ഇവരിങ്ങനെ അവരെ വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുവാൻ അടച്ച് ഒരു കാട് പോലെ വീട്ടിൽ ഇറങ്ങി ചെല്ലണം. ഇവരെന്നെ കുറച്ച് നാളായിട്ട് വിളിക്കും. ഞാൻ വിചാരിച്ചു എന്തോ മാനസിക അസുഖമുള്ളതാണെന്ന്. അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും ഭയാനകമായ അവസ്ഥയാണെന്ന് അറിയുന്നത്. ഞാൻ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി വരുന്നപ്പോഴും അപ്പുറത്തൊരു വീട് ഇവിടെ താഴെ എങ്ങനെ കൊല്ലത്ത് ഒരു ഭാഗത്താ, ആ അപ്പുറത്തൊരു വീട്ടിലൂടെ കയറി വേണം പോകാൻ. ആ വീട്ടിലൊരു ചേട്ടൻ ഇറങ്ങി വെളിയിലേക്ക് വരും. മോനെ ആരാന്ന് ചേട്ടന്റെ കണ്ണ് കാണത്തില്ല. ആ ചേട്ടന് കണ്ണ് കാണത്തില്ല. ആ ചേട്ടന്റെ ഭാര്യ, ആ ചേട്ടൻ എൻ്റെ അടുത്ത് എന്റെ ഭാര്യ എത്തുണ്ട്, ആ ഭാര്യയ്ക്ക് ക്യാൻസർ. അത്രത്തോളം പാടും ദുരിതം ബുദ്ധിമുട്ടുള്ള ആൾ. ഇവർ എവിടെങ്കിലും വന്നിട്ട് പാടും ദുരിതം പറഞ്ഞിട്ട് എന്താ ഈ വന്ന കാലത്ത് അവർക്കൊക്കെ ഒരു വീഡിയോ എടുത്തിടാൻ പറ്റാത്ത ആളുകളാണ്. അവർക്ക് മക്കളുള്ളതാ. ഒരുപാട് പേര് വീഡിയോ ഇടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനല്ല വിൽക്കേണ്ടത്. ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആളുകൾ, നമുക്ക് പറഞ്ഞില്ലേ, കലാഭമണി ചേട്ടനാണെങ്കിലും IM വിജയനാണെങ്കിലും അവർക്കും ബുദ്ധിമുട്ടിൽ നിന്ന് വന്നവരാ. പക്ഷെ അവരവിടെ വിൽക്കാൻ ശ്രമിച്ചത് അവിടെ പാടും ദുരിതമല്ല. അവിടെ നാടൻ പാട്ടുകളും അവരുടെ കലയും അവരുടെ സ്പോർട്സുമാണ് വിൽക്കാൻ ശ്രമിച്ചത്. അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വിൽക്കട്ടെ. അങ്ങനെ വിറ്റിട്ടവർ പറയട്ടെ, ഞങ്ങൾ ഇവിടെ എത്തിയതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെന്ന് പറയട്ടെ.